മലയാള നാടകലോകത്തിനും ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്കും വലിയ സംഭാവന നൽകിയ കലാകാരൻ രാജൻ പി ദേവിന് ജന്മനാട്ടിൽ സ്മരണാഞ്ജലി. രാജൻ പി ദേവ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചേർത്തല NSS യൂണിയൻ ഹാളിൽ അനുസ്മരണം ഒരുക്കിയത്. മലയാള നാടകലോകത്തിനും ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്കും വലിയ സംഭാവന നൽകിയ കലാകാരൻ രാജൻ പി ദേവിന് ചേർത്തലയിൽ സ്മരണാഞ്ജലി. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കൃഷിമന്ത്രി പി പ്രസാദ് MLA ഉദ്ഘാടനം ചെയ്തു. വില്ലൻ എന്ന് പറഞ്ഞാൽ തല്ലു കൊടുക്കുന്നവനും തല്ലുകൊള്ളുന്നവനും കൊല്ലുന്നവനും കൊല ചെയ്യപ്പെടുന്നവനും എന്നായിരുന്നു അന്നേ വരെ ഉണ്ടായിരുന്ന ഒരു രീതി. ഒരു വില്ലൻ ആ വില്ലൻ വേഷത്തിൻ്റെ ഒപ്പം തന്നെ ഒരു ഹാസ്യം കൈകാര്യം ചെയ്താൽ അരോചകമായി മാറും എന്ന് കണക്ക് കൂട്ടിയിരുന്ന രീതികളെല്ലാം തിരുത്തി എഴുതിയത് കാർലോസ് എന്ന കഥാപാത്രം ആയിരുന്നു. ഒരു വില്ലൻ ഇങ്ങനെയാവാൻ പറ്റും എന്ന് ആ അഭിനയത്തിലൂടെ രാജൻ പി ദേവ് കാണിച്ചു കൊടുത്തു. അതൊരു ചെറിയ കാര്യം ആയിരുന്നില്ല. ഒരുപാട് പേർ നമ്മുടെ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം താരങ്ങളിലേക്ക് എത്തിയത് മലയാള സിനിമയിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരുപാട് പേർ. ഇപ്പം കൊച്ചിൻ ഹനീഫയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു കാലത്ത് എന്തൊരു വില്ലൻ വേഷമായിരുന്നു അവരൊക്കെ കൈകാര്യം ചെയ്തെന്ന് ആലോചിച്ച് നോക്കാം. രാജൻ പി ദേവിൻ്റെ അരങ്ങേറ്റം തന്നെ സിനിമയ്ക്കകത്ത് വേറെയും റോളുകളിലൊക്കെ ഒരു വില്ലൻ കഥാപാത്രം എന്ന തരത്തിൽ വരുന്ന കാർലോസ് നർമ്മത്തെയും കൂടി ഒപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വില്ലൻ എങ്ങനെ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ക്രൂരമായ കാര്യങ്ങൾ മാത്രം മുഴുനീള അഭിനയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ എല്ലാ ഇടത്തും അതുമാത്രം കാഴ്ചവെക്കുന്ന ഒരാൾ എന്നതിൽ നിന്നും മാറി വ്യത്യസ്തതയാർന്ന ഒരു കഥാപാത്രത്തെ അത് ചിലപ്പോൾ തീർച്ചയായിട്ടും തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെ ഒക്കെ സൃഷ്ടിയും അതവരുടെയൊക്കെ രീതിയും തന്നെയായിരിക്കും. പക്ഷേ എന്നാൽ അഭിനയിച്ചത് പ്രതിഫലിപ്പിക്കുന്നില്ല എങ്കിൽ അവിടം കൊണ്ട് ആ പരീക്ഷണം പാളിപ്പോകേണ്ടതാണ്. പക്ഷെ അതിനെ അഭിനയിച്ച് വിജയിപ്പിച്ചു എന്നുള്ളതാണ് രാജൻ പി ദേവ് എന്ന ഈ അനുഗ്രഹീതനായ കലാകാരനിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നഗരസഭാ ചെയർപേഴ്സൺ S. ശോഭിൻ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PI ഹാരിസ് സ്വാഗതം പറഞ്ഞു. മുൻ MP അഡ്വക്കേറ്റ് M. ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി. തിരക്കഥാകൃത്ത് രതീഷ് രവി ആയിരുന്നു മുഖ്യാതിഥി. KPAC ജാക്സനെയും ബാലൻ എന്ന സിനിമയിലൂടെ മികച്ച അഭിനയം കാഴ്ചവെച്ച മാസ്റ്റർ ആദിശേഷനെയും ചടങ്ങിൽ ആദരിച്ചു. കവിയും ഗാനരചയിതാവുമായ ഹരിദാസ് ചേർത്തലയുടെ കവിതാ സമാഹാരം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. P. പ്രസാദ് MLA തിരക്കഥാകൃത്ത് രതീഷ് രവിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് S. ശരത്, അഡ്വക്കേറ്റ് PK ബിനോയ്, NS ശിവപ്രസാദ്, പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, രാജൻ പി ദേവിൻ്റെ മകൾ ആശ, ചേർത്തല രാജൻ, കൗൺസിലർ ബീന അജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സാബു വിശ്വത്തിൽ നന്ദി പറഞ്ഞു. കൾച്ചറൽ ഫോറം ചെയർമാൻ P. ജയപ്രസാദ്, വൈസ് ചെയർമാൻമാരായ മുതുകുളം സോമനാഥ്, അനിൽ അമ്പാടി, കൾച്ചറൽ ഫോറം ചെയർമാൻ P. ജയപ്രസാദ്, വൈസ് ചെയർമാൻമാരായ മുതുകുളം സോമനാഥ്, സുനിൽ അമ്പാടി, കൺവീനർ PI ഹാരിസ്, ജോയിന്റ് കൺവീനർമാരായ സാബു വിശ്വത്തിൽ, മരുത്തോർവട്ടം കൃഷ്ണൻകുട്ടി, ട്രഷറർ K. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.